നിങ്ങളെ കാണുമ്പോൾ ഒരടിച്ച് കലക്കൽ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം ചോദിച്ചാൽ, പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞത് 15 മിനിറ്റ് നിങ്ങൾ പ്രസംഗിച്ചാൽ ഞാൻ 10 മിനിറ്റ് സംസാരിക്കും, നിങ്ങൾ 20 മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ 5 മിനിറ്റ് സംസാരിക്കും. കാരണം കണ്ണൂരിലെ പരിപാടിക്ക് എത്താനുള്ള ധൃതിയിലാണ് നമ്മൾ രണ്ടുപേരും. അതുകൊണ്ട് കുറേ പറയാനുണ്ടെങ്കിലും വളരെ ഷോർട്ടായി ഞാൻ 2 വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞാലൊന്നും തീരാത്ത ഒരു പുരാണ കഥ പോലെയാണ് കേരളത്തിലെ ഭരണവും കേരളത്തിലെ രാഷ്ട്രീയം. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയേക്കാൾ കൊള്ളാത്തവൻ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഈ രണ്ടിൻ്റെയും സംയോജനം ഈ നാടിനെ എവിടെ എത്തിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങൾ ഈ ജാഥ ഇത് പുറപ്പെട്ടിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഇവിടെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ജനമനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ജാഥയിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം ജനമനസ്സിന്റെ അകത്ത് മാറ്റത്തിന്റെ തിളക്കമാർന്ന രാഷ്ട്രീയ അധ്യായം രചിക്കണം. എത്ര വർഷമായി പിണറായി ഭരിക്കുന്നു? ഇവിടെ 7 വർഷം കഴിഞ്ഞു ഇല്ലേ? 7 വർഷമല്ലേ? 7 വർഷത്തോളമായി അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. എന്ത് കിട്ടി കേരളത്തിന്? സണ്ണിമക്കയിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടുന്നത്, ഞാനും നിങ്ങളും ആലോചിക്കുന്നത് മാത്രമല്ല, എന്റെ വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളും ആലോചിക്കണം. എന്ത് കിട്ടി ഈ കേരളത്തിൽ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഒന്നും കിട്ടിയില്ല, ഒന്നും നൽകാൻ സാധിച്ചില്ല. ഇതൊരു കലാപത്തിന്റെയും അപമാനത്തിന്റെയും രാഷ്ട്രീയ വേദിയാക്കി ഇവിടെ തരം താഴ്ത്തി ഭരണം ദുരുപയോഗം ചെയ്ത് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഈ രാജ്യം കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ ജി സുധാകരൻ, അതുപോലെ തന്നെ തോമസ് ഐസക്, അതുപോലെ MA ബേബി. എന്താ അവരൊക്കെ സ്വന്തം പാർട്ടിയെ കുറിച്ച് പറയുന്നത്? എന്റെ വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് കണ്ണൂർ കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ 2, 3, 4 CPM നേതാക്കന്മാർ എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നു? മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ബാക്കിയൊക്കെ പോട്ടെ, ഇവിടെ ക്രമസമാധാനമുണ്ടോ? ന്യായമായും ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന നീതിന്യായം നിലനിന്ന നാടാണോ നമ്മുടെ നാട്? അക്രമത്തിന്റെ പെരുവഴിയായി കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇടുക്കിയില് 5 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു തൂക്കി. എന്നിട്ട് ആ തൂക്കിയവനെ രക്ഷപ്പെടുത്താൻ CPM-ന്റെ നേതാക്കന്മാർ പോലീസിൽ സ്വാധീനം ചെലുത്തി. കേസെടുത്തില്ല. ആദ്യം മലപ്പുറം മറ്റൊരു കേസുണ്ടായി. 2 ചേട്ടത്തിയും അനിയത്തിയും 2 ഇതുപോലെ ബലാത്സംഗം ചെയ്ത് തൂക്കിക്കൊന്നു. അതിനകത്ത് DYFI-യുടെ ഒരു കക്ഷിയാണ് ഇതിനകത്ത് കുറ്റവാളി. DYFI-കാരനാണ് ഇവരെ കൊന്നത്. ആ DYFI-കാരനെ പോലീസ് സംരക്ഷിച്ചു മാസങ്ങളോളം. ഒടുവിൽ ഗതിയില്ലാത്തത് കൊണ്ട് മാത്രം അവന്റെ പേരിൽ കേസുണ്ടാക്കി. ഞാൻ ചോദിക്കുന്നു, നിർഭയമായി ജീവിക്കേണ്ടുന്ന ഒരു സാമൂഹിക ജീവിതത്തിൽ കൊച്ചുമക്കൾക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ നാട്. ചരസും മദ്യവും ഒഴുകുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലും ചരസ് കിട്ടും. കോളേജുകളിൽ നിങ്ങൾക്ക് മദ്യം കിട്ടും. വിൽപ്പന നടക്കുകയാണ് പരസ്യമായി. ഇവിടെ നീതിയുണ്ടോ? പോലീസുണ്ടോ? നിയമമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? എത്ര കൊച്ചുമക്കളാണ് കള്ളിൽ ഇടിക്റ്റായത്? എത്ര കൊച്ചുമക്കളാണ് ലഹരിക്ക് അടിമയായത്? എത്ര കൊച്ചുമക്കളാണ് വഴിതെറ്റിപ്പോയത്? ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് സംഭവിക്കുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്തെങ്കിലും ജനങ്ങൾക്ക് ഗുണം കിട്ടിയോ? സാധനത്തിന്റെ വില കുറഞ്ഞോ? ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില കുറഞ്ഞോ? വില കുറക്കുമെന്ന് പറഞ്ഞല്ലോ 2ാം വട്ടം പിണറായി വിജയൻ നിങ്ങളോട് വോട്ട് ചോദിച്ചത്. ഏത് സാധനത്തിന്റെ വിലയാ കുറഞ്ഞത്?
മാർക്കറ്റിൽ സാധനം ലഭിക്കാനില്ല. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പോലും സാധനങ്ങളില്ല, സാധനങ്ങൾ ലഭ്യമല്ല. വിലക്കയറ്റം കുതിച്ചു കയറുന്നു. എല്ലാത്തിനും വിലവർദ്ധനവിലേക്ക് പോവുകയാണ്. സകല സാധനത്തിനും വിലവർദ്ധനമാണ്. ഇന്ന് കണ്ട വിലയല്ല നാളെ കണ്ട വിലയല്ല മറ്റന്നാൾ. മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, പാവപ്പെട്ടവർക്ക് ഇത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ്? കർഷകന്മാർ പട്ടിണിയിലാണ്, തൊഴിലാളികൾ പട്ടിണിയിലാണ്, KSRTC ജീവനക്കാർ പട്ടിണിയിലാണ്, 10 ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലാണ്. എന്തുകൊണ്ട് പട്ടിണി? അവർക്ക് ശമ്പളമില്ല, ശമ്പളം കൊടുക്കുന്നില്ല. കർഷകന്മാരുടെ ആ നെല്ല് അളന്നെടുത്തതിന്റെ കാശ് ഇന്നും കൊടുത്തു തീർക്കാത്ത 100 കണക്കിന് കർഷകരുണ്ട് കേരളത്തിൽ. ഈ പൈസ കിട്ടാത്തത് കൊണ്ട് ലോൺ എടുത്ത വഴിയിൽ ബാങ്കിൽ പൈസ അടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുന്നു, ആത്മഹത്യ ചെയ്യാണ്. എത്ര പേർ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ? കർഷകന്മാർ. സ്വത്തുണ്ട്, കൃഷിയുണ്ട്, പണം സർക്കാരിന്റെ കയ്യിലുണ്ട്, പക്ഷെ കയ്യിലോട്ട് വരുന്നില്ല. ജീവിക്കാൻ വയ്യ, നാണം കെട്ട് ജീവിക്കാൻ വയ്യ, ആത്മഹത്യയിലേക്ക് പോവുകയാണ്.